വരച്ചുകൊണ്ട് നമുക്ക് 3 മാർക്ക് നേടിയാലോ? നോക്കുക, ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഇസ് 17. ഇറ്റ്സ് ന്യൂക്ലിയസ് കണ്ടെയ്ൻ 18 ന്യൂട്രോൺസ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇവിടെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ 2, 8, 7 ആയിരിക്കും ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കണം. അപ്പൊ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരുടെ ഒക്കെ എണ്ണം കൂടെ വേണം. സോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ന്യൂട്രോണുകളുടെ എണ്ണം 18 ആണ് അല്ലെ. ഇനി നമുക്കറിയാം അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും 17 ആണ് എന്നാണ് അർത്ഥം. സോ ഇനി സിമ്പിൾ ആയിട്ട് വരച്ചൂടെ? അപ്പൊ വേഗം തന്നെ പെൻസിലും സ്കെയിലും ഒക്കെ എടുത്ത് കോമ്പസും ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് സർക്കിൾ വരയ്ക്കാം. ഇനി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം എഴുതി കൊടുക്കാം. ഇവിടെ 17 പ്രോട്ടോണും 18 ന്യൂട്രോണും ഉണ്ട്. 2, 8, 7 ആണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. സോ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ ദാ ഇങ്ങനെ മൊത്തത്തിൽ 8 ഇലക്ട്രോൺസ് ആണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഷെല്ലിലായിട്ട് 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസിനെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡോട്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈസി.